ചെണ്ടമുറിയും കപ്പയും കാന്താരിയും. ആഹാ, ഇത് കാണുമ്പോൾ തന്നെ ടേസ്റ്റ് ഉണ്ട്. വാവ്, വാണ്ട് ബെസ്റ്റ് സാധനം. തൈരൂടെ കൊണ്ടുവന്നു. തൈരാണോ? വാവ്, നാട്ടിൽ അതേ ഫീൽ കേട്ടോ. കിടുക്കാച്ചി സൂപ്പർ, അടിപൊളി. ന്യൂജൻ പിള്ളേർക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അവരിപ്പോൾ പിസായും ബർഗറൊക്കെ കഴിക്കുന്നത്. ഇത് ഞങ്ങളെപ്പോലുള്ള 90s കിഡ്സിനുള്ള ഞങ്ങളുടെ ഈവനിങ് സ്നാക്സ് ആണെന്ന് പറയും. നല്ല ഞാനൊക്കെ പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്, ക്രിക്കറ്റ് കളിച്ച് ക്ഷീണിച്ച് വരുമ്പം അമ്മ ഇതുപോലെ 2 കപ്പയൊക്കെ പുഴുങ്ങി കാന്താരിയൊക്കെ പൊട്ടിച്ച് തരുമായിരുന്നു. പണ്ട് കാന്താരിയൊക്കെ ആയിരുന്നു. ഇപ്പം ചിക്കനൊന്നും അന്നത്തെ കാലത്ത് വേണ്ടി പാടാം. അപ്പോൾ ഇതുപോലത്തെ കാന്താരിയൊക്കെ പൊട്ടിച്ച് നല്ല ചൂട് ചെണ്ടമുറയും കപ്പയൊക്കെ കഴിക്കുമ്പോൾ കേട്ടോ പറയുമ്പോൾ തന്നെ ഒരു പീസ് കഴിച്ചോട്ടെ പ്ലീസ്. അപ്പോൾ നല്ല കട്ടൻ കാപ്പി, ഒന്നും പറയണ്ട. അപ്പം അതുപോലെ ഒരു നൊസ്റ്റാൾജിയയിലൂടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷവും ആഹ്ലാദവും തോന്നുന്നു. അതുപോലെ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യാൻ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ പോയപ്പോൾ നല്ല അടിപൊളി കപ്പയും നല്ല കാന്താരിയുടെ കൊണ്ടുണ്ടാക്കിയത്. അപ്പം ഇന്ന് മദേഴ്സ് ഡേ ആഘോഷിക്കുന്ന എല്ലാ അമ്മമാർക്കും, പ്രത്യേകിച്ച് ഇന്ന് 90 കിഡ്സായ ഉള്ള ആൾക്കാരുടെ അമ്മ. ഞാനൊക്കെ പ്രവാസിയായിട്ട് ഒരു 10-15 വർഷമായി. നാട്ടിലുള്ളവർക്ക് അവരുടെ അമ്മയുടെ വിലയൊന്നും മനസ്സിലാകത്തില്ല. നമ്മളിവിടുന്ന് ഇപ്പം അമ്മമാരെയൊക്കെ ഫോൺ വിളിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നുള്ളത്. നൊക്ലാജി വേണ്ട അയ്യോ, നീ മേലെ ഇമാരി കീഴ്ചോട്ടി കൊണ്ട് വന്നേക്കോ. ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അയ്യോ, ആരെ വരെ ഷോക്കായി എൻ്റെ പൊന്നു സഹോദരങ്ങളെ.